Hello everyone, welcome to our class. ഒരു ആൽമരത്തിലെ സാഹസികത. ഇന്ത്യയിലെ ഞങ്ങളുടെ വീടിൻ്റെ പരിസരവും മുത്തച്ഛൻ്റെ അധീനതയിലായിരുന്നുവെങ്കിലും 65-ാം വയസ്സിൽ മുത്തച്ഛന് അതിൽ കയറാൻ കഴിയാത്തതിനാൽ ഗംഭീരമായ പഴയ ആൽമരം പ്രധാനമായും എൻ്റേതായിരുന്നു. മുത്തശ്ശി ഇതിനെക്കുറിച്ച് പറഞ്ഞ് മുത്തച്ഛനെ കളിയാക്കാറുണ്ടായിരുന്നു. 117 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരു ഇംഗ്ലീഷ് സ്ത്രീയായ ഡെസ്മണ്ടിലെ കൗണ്ടസിനെ കുറിച്ച് സംസാരിക്കും. ആപ്പിൾ മരത്തിൽ കയറുമ്പോൾ വീണില്ലായിരുന്നുവെങ്കിൽ അവർ കൂടുതൽ കാലം ജീവിക്കുമായിരുന്നു. പടർന്നു പന്തലിച്ച ആൽമരത്തിൻ്റെ ശിഖരങ്ങൾ നിലത്തേക്ക് വളഞ്ഞ് വീണ്ടും വേര് പിടിച്ച് കമാനങ്ങളുടെ ഒരു ഭ്രമണപഥം രൂപപ്പെടുത്തിയത് എനിക്ക് അനന്തമായ ആനന്ദം നൽകി. ആ മരം വീടിനേക്കാൾ പഴക്കമുള്ളതും മുത്തച്ഛനേക്കാൾ പഴക്കമുള്ളതും ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ കൂടുകൂട്ടിയിരുന്ന ഡേറ പട്ടണത്തോളം പഴക്കമുള്ളതുമായിരുന്നു. എൻ്റെ ആദ്യത്തെ സുഹൃത്തും പരിചിതനും ഒരു ചെറിയ നിറത്തിലുള്ള അണ്ണാനായിരുന്നു. മുതുകിലേക്ക് വളഞ്ഞ് വായുവിലേക്ക് മണം പിടിച്ച് അവൻ്റെ സ്വകാര്യതയിലേക്കുള്ള എൻ്റെ കടന്നുകയറ്റത്തിൽ അവന് ആദ്യം നീരസം തോന്നി. പക്ഷേ ഞാൻ ഒരു കവണയോ എയർ തോക്കോ ഉപയോഗിച്ചിട്ടില്ലെന്ന് കണ്ടെത്തിയപ്പോൾ അവൻ കൂടുതൽ സൗഹൃദത്തിലായി. പിന്നെ ഞാൻ അവന് കേക്കിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയും കഷ്ണങ്ങൾ ഉപേക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ധൈര്യപ്പെട്ടു. ഒടുവിൽ എൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണം എടുക്കാൻ പരിചിതനായി. അധികം താമസിയാതെ അവൻ എൻ്റെ പോക്കറ്റുകളിൽ ആഴ്ന്നിറങ്ങുകയും അവന് കണ്ടെത്താനാവുന്നതെല്ലാം സ്വയം ചെയ്യുകയും ചെയ്തു. അവൻ വളരെ ചെറുപ്പമായൊരു അണ്ണാനായിരുന്നു. അവൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും അവനെ ഒരു മനുഷ്യനെ വിശ്വസിക്കുന്ന മൂഢനും വിഡ്ഢിയുമാണെന്ന് കരുതിയിരിക്കാം. വസന്തകാലത്ത് ആൽമരം നിറയെ ചെറിയ ചുവന്ന അത്തിപ്പഴങ്ങൾ നിറഞ്ഞപ്പോൾ എല്ലാ തരം പക്ഷികളും അതിൻ്റെ ശാഖകളിലേക്ക് ഒഴുകിയെത്തും. ചുവന്ന നിറമുള്ള ബുൾബുൾ സന്തോഷത്തോടെയും അത്യാഗ്രഹത്തോടെയും, റോസി പാസ്റ്റർമാർ, ഒപ്പം തത്തകളും കാക്കകളും എപ്പോഴും പരസ്പരം കലഹിക്കുന്നു. അത്തിപ്പഴത്തിൻ്റെ സീസണിൽ റോഡിൽ ഏറ്റവും അധികം ശബ്ദമുയർത്തുന്നത് ആൽമരമായിരുന്നു. മരത്തിൻ്റെ പകുതിയോളം മുകളിലേക്ക് ഞാൻ ഒരു ചെറിയ പ്ലാറ്റ്ഫോം നിർമ്മിച്ചു. അതിൽ ചൂട് കൂടുതലല്ലാത്ത ഉച്ചതിരിഞ്ഞ് ഞാൻ പലപ്പോഴും ചെലവഴിക്കും. ഡ്രോയിങ് റൂമിൽ നിന്ന് എടുത്ത തലയണകളുള്ള മരത്തിൻ്റെ തണ്ടിൽ എന്നെ തന്നെ താങ്ങി നിർത്തി എനിക്ക് അവിടെ വായിക്കാമായിരുന്നു. ട്രഷർ ഐലൻഡ്, ഹക്കിൾബെറി ഫിൻ, മൗഗ്ലി കഥകൾ, എഡ്ഗർ റൈസ് ബറോസിൻ്റെയും ലൂയിസ മേ ആൽക്കോട്ടിൻ്റെയും നോവലുകൾ എന്നിവ വളരെ സമ്മിശ്രമായ വായനയുടെ എൻ്റെ ബാഗ് ഉണ്ടാക്കി. എനിക്ക് വായിക്കാൻ തോന്നാതിരുന്നപ്പോൾ താഴെയുള്ള ആൽമരങ്ങളിലൂടെ അമ്മൂമ്മ തുണികൾ കഴുകി ഉണക്കാനിടുന്നതോ തിരിച്ചെടുക്കുന്നതോ, പഴക്കച്ചവടക്കാരനോട് വഴക്കിടുന്ന പാചകക്കാരനെയോ, അവൻ്റെ ഇംഗ്ലീഷ് പൂന്തോട്ടത്തിൽ ഉടനീളം വളരുന്ന ഇന്ത്യൻ ജമന്തി പൂക്കളെക്കുറിച്ച് പിറുപിറുക്കുന്ന മുത്തച്ഛനെയോ എനിക്ക് കാണാമായിരുന്നു. സാധാരണയായി ഞാൻ ആൽമരത്തിലായിരിക്കുമ്പോൾ വളരെ ആവേശമായ ഒന്നും സംഭവിച്ചില്ല. എന്നാൽ ഒരു പ്രത്യേക ഉച്ചകഴിഞ്ഞ് വേനൽക്കാലം മുഴുവൻ അവിടെ നിലനിർത്താനുള്ള ആവേശം എനിക്കുണ്ടായി. ആ സമയത്താണ് ആൽമരത്തിൽ നേരെ മുകളിൽ ഇരുന്നപ്പോൾ പൂന്തോട്ടത്തിൽ ഒരു കീരിയും മൂർഖനും തമ്മിൽ ഏറ്റുമുട്ടി മരിക്കുന്നത് ഞാൻ കണ്ടത്. ഒരു ഏപ്രിൽ ഉച്ച കഴിഞ്ഞായിരുന്നു അത്.
വേനൽക്കാലത്ത് ആസന്നമായ ചൂട് കാറ്റ് മുത്തച്ഛൻ ഉൾപ്പെടെ എല്ലാവരെയും വീടിനുള്ളിലേക്ക് അയച്ചു. എനിക്ക് മയക്കം അനുഭവപ്പെട്ടു. വീടിന് പുറകിലെ കുളത്തിലേക്ക് നീന്താൻ പോകണോ എന്ന് ഞാൻ ചിന്തിച്ചു. ഒരു വലിയ കറുത്ത മൂർഖൻ കള്ളിച്ചെടിയിൽ നിന്ന് തെന്നിമാറി പൂന്തോട്ടത്തിന്റെ കുറച്ച് തണുത്ത ഭാഗത്തേക്ക് പോകുന്നത് കണ്ടു. അതേസമയം കുറ്റിക്കാട്ടിൽ നിന്ന് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കീരി പുറത്തു വന്ന് നേരെ പാമ്പിനെ തേടിപ്പോയി. മരത്തിന് താഴെയുള്ള ഒരു മാളത്തിൽ നല്ല വെയിലിൽ അവർ മുഖാമുഖം വന്നു. 3 അടി നീളമുള്ള ചാരനിറത്തിലുള്ള കീരി ഒരു മികച്ച പോരാളിയും മിടുക്കുമുള്ള ആക്രമണകാരിയാണെന്ന് കോബ്രയ്ക്ക് നന്നായി അറിയാമായിരുന്നു. എന്നാൽ കോബ്ര സമർത്ഥനും പരിചയസമ്പന്നനുമായ പോരാളിയായിരുന്നു. അവന് വേഗത്തിൽ നീങ്ങാനും പ്രകാശവേഗതയിൽ അടിക്കാനും കഴിയും. അവന്റെ നീളമുള്ള കൂർത്ത പല്ലുകൾക്ക് പിന്നിലെ സഞ്ചികളിൽ മാരകമായ വിഷം നിറഞ്ഞിരുന്നു. ചാമ്പ്യന്മാരുടെ പോരാട്ടമായിരുന്നു അത്. ധിക്കാരത്തോടെ ഫോർക്ക് പോലുള്ള നാവ് അകത്തേക്കും പുറത്തേക്കും കുതിച്ചുകൊണ്ട് മൂർഖൻ തന്റെ 6 അടിയിൽ 3 അടി നിലത്ത് നിന്നും ഉയർത്തി തന്റെ വിശാലമായ പത്തി വിരിച്ചു. കീരി അവന്റെ വാലിൽ മുറുകെ പിടിച്ചു. നട്ടെല്ലിലെ നീണ്ട രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു. പണ്ട് അവന്റെ രോമത്തിന്റെ കനം മറ്റ് പാമ്പുകളുടെ മാരകമായ കടിയിൽ നിന്ന് അവനെ രക്ഷിച്ചു. ആൽമരത്തിൽ എൻ്റെ സാന്നിധ്യം പോരാളികൾക്ക് അറിയില്ലായിരുന്നുവെങ്കിലും മറ്റ് 2 കാണികളുടെ വരവ് അവർ പെട്ടെന്ന് മനസ്സിലാക്കി. ഒന്ന് മൈന, മറ്റൊന്ന് കാട്ടിലെ കാക്ക. ബുദ്ധിയുള്ള നഗരക്കാക്കയല്ല. അവർ യുദ്ധത്തിനുള്ള ഈ തയ്യാറെടുപ്പുകൾ കണ്ടിരുന്നു. ഫലം കാണാൻ കള്ളിച്ചെടിയിൽ ഇരിക്കുകയും ചെയ്തു. കാണുന്നതിൽ മാത്രം തൃപ്തരായിരുന്നെങ്കിൽ 2 പേർക്കും എല്ലാം സുഖമായേനെ. മൂർഖൻ പ്രതിരോധത്തിൽ നിന്നു. മെല്ലെ മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി തെറ്റായ നീക്കം അടയാളപ്പെടുത്താൻ കീരിയെ മയപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ കീരി തൻ്റെ എതിരാളിയുടെ കണ്ണടച്ച കണ്ണുകളുടെ ശക്തി അറിഞ്ഞു. അവയെ കാണാൻ വിസമ്മതിച്ചു. പകരം മൂർഖൻ പാമ്പിന്റെ പത്തിയുടെ തൊട്ടു താഴെയുള്ള ഒരു ബിന്ദുവിൽ തൻ്റെ നോട്ടമുറപ്പിച്ചു. ആക്രമണം തുറന്നു. മൂർഖൻ പാമ്പിന്റെ കയ്യെത്തും ദൂരത്തോളം വേഗത്തിൽ മുന്നോട്ടു നീങ്ങി അവൻ ഒരു വശത്തേക്ക് ഒരു മയക്കമുണ്ടാക്കി. ഉടൻ തന്നെ മൂർഖൻ പാമ്പിനെ അടിച്ചു. അവന്റെ വലിയ പത്തി വേഗത്തിൽ താഴേക്ക് വന്നു. കീരിയെ രക്ഷിക്കാൻ യാതൊന്നിനും കഴിയില്ലെന്ന് ഞാൻ കരുതി. പക്ഷേ ആ കൊച്ചു കീരി ഭംഗിയായി ഒരു വശത്തേക്ക് ചാടി മൂർഖൻ പാമ്പിനെ പോലെ വേഗത്തിൽ പാമ്പിന്റെ മുതുകിൽ കടിച്ചു കീറി. കയ്യെത്തും ദൂരത്ത് വീണ്ടും ദൂരേക്ക് പാഞ്ഞു. മൂർഖൻ പാമ്പിനെ അടിച്ച നിമിഷം കാക്കയും മൈനയും അവന് നേരെ പാഞ്ഞെടുത്തു. അവർ വായുവിൽ ശക്തമായി കൂട്ടിയിടിച്ചു. പരസ്പരം ആക്രോശിച്ചുകൊണ്ട് അവർ കള്ളിച്ചെടിയിലേക്ക് മടങ്ങി. മൂർഖൻ പാമ്പിന്റെ മുതുകിൽ ഏതാനും തുള്ളി രക്തം തിളങ്ങി. മൂർഖൻ വീണ്ടും അടിച്ചു. അത് മാറിപ്പോയി. കീരി വീണ്ടും ചാടി കയറി കടിച്ചു. വീണ്ടും പക്ഷികൾ പാമ്പിന്റെ നേരെ പറന്നു. പകരം അവർ പരസ്പരം കൂട്ടിയിടിച്ചു. നിലവിളിച്ചുകൊണ്ട് സുരക്ഷിതമായ കള്ളിച്ചെടിയിലേക്ക് മടങ്ങി. മൂന്നാം റൗണ്ട് ആദ്യത്തേതിൻ്റെ അതേ ഗതി തന്നെയാണ് പിന്തുടർന്നത്. പക്ഷേ ഒരു നാടകീയ വ്യത്യാസത്തോടെ. കാക്കയും മൈനയും ഇപ്പോഴും അതിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. മൂർഖൻ പാമ്പിന്റെ അടുത്തേക്ക് പറന്നു. പക്ഷേ
ഇത്തവണ അവർ പരസ്പരം കൂട്ടിയിടിച്ചില്ല. മൈന പറന്ന് പറന്ന് അതിൻ്റെ സുരക്ഷിത സ്ഥലത്തെത്തി. പക്ഷേ കാക്ക വായുവിൽ മുകളിലേക്ക് പറന്ന് പിന്നിലേക്ക് തിരിയാൻ ശ്രമിച്ചു. അങ്ങനെ ചെയ്യാൻ എടുത്ത നിമിഷത്തിൽ മൂർഖൻ അവൻ്റെ തല പിന്നിലേക്ക് തിരിച്ച് ശക്തിയായി അടിച്ചു. ആ അടി കാക്കയുടെ ദേഹത്ത് മുട്ടി. കാക്ക പൂന്തോട്ടത്തിന് കുറുകെ ഏകദേശം 20 അടി പറക്കുന്നത് ഞാൻ കണ്ടു. അവിടെ കുറച്ചു നേരം ചിറകിട്ടടിച്ചതിന് ശേഷം അത് നിശ്ചലമായി. മൈന കള്ളിച്ചെടിയിൽ തുടർന്നു. വീണ്ടും ഇടപെടുന്നതിൽ നിന്ന് വളരെ ബുദ്ധിപൂർവം വിട്ടുനിന്നു. മൂർഖന്റെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരുന്നു. കീരി നിർഭയമായി അങ്ങോട്ട് നടന്നു. തൻ്റെ ചെറിയ കാലുകളിൽ സ്വയം എഴുന്നേറ്റു. മിന്നൽ പിണരോടെ ആ വലിയ പാമ്പിൻ്റെ മൂക്കിൽ പിടിച്ചു. മൂർഖൻ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഞരങ്ങുകയും ചാടി അടിക്കുകയും ചെയ്തു. കൂടാതെ കീരിയെ ചുറ്റിപ്പിടിച്ച് ചുറ്റിക്കറങ്ങി. പക്ഷെ ഒന്നും ഫലിച്ചില്ല. പാമ്പിൻ്റെ പോരാട്ടം നിർത്തുന്നത് വരെ ആ കൊച്ചു കീരി ഭയങ്കരമായി തൂങ്ങിക്കിടന്നു. വിറയ്ക്കുന്ന പാമ്പിൻ്റെ മണം പിടിച്ച് അതിൻ്റെ പത്തിയിൽ ചുറ്റിപ്പിടിച്ച് കുറ്റിക്കാട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. മൈന ജാഗ്രതയോടെ നിലത്തിറങ്ങി. സുരക്ഷിതമായ അകലത്തിൽ നിന്ന് കുറ്റിക്കാട്ടിലേക്ക് നോക്കി. തുടർന്ന് അഭിനന്ദനത്തിൻ്റെ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് പറന്നുപോയി. ഞാനും മരത്തിൽ നിന്ന് ജാഗ്രതയോടെ ഇറങ്ങി. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഞാൻ കണ്ട പോരാട്ടത്തെക്കുറിച്ച് മുത്തച്ഛനോട് പറഞ്ഞു. കീരി വിജയിച്ചതിൽ അദ്ദേഹം സന്തോഷിച്ചു. പൂന്തോട്ടത്തിൽ താമസിക്കാനും പാമ്പുകളെ അകറ്റാനും അദ്ദേഹം കീരിയെ പ്രോത്സാഹിപ്പിക്കുകയും അടുക്കളയിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ പതിവായി നൽകുകയും ചെയ്തു. അദ്ദേഹം ഒരിക്കലും അതിനെ മെരുക്കാൻ ശ്രമിച്ചിരുന്നില്ല. കാരണം വളർത്തുമൃഗത്തേക്കാൾ കാട്ടുകീരി കൂടുതൽ ഉപയോഗപ്രദമായിരുന്നു. പൂന്തോട്ടത്തിന്റെ 4 കോണിലും കീരി റോന്തു ചുറ്റുന്നത് ആൽമരത്തിൽ നിന്ന് പലപ്പോഴും ഞാൻ കാണാറുണ്ട്. ഒരിക്കൽ അവന്റെ വായിൽ മുട്ടയുമായി അവനെ കണ്ടപ്പോൾ അവൻ കോഴിക്കൂട്ടിലായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ അവൻ കോഴികളെ ഉപദ്രവിച്ചിട്ടില്ല. പാമ്പുകളെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തുന്നിടത്തോളം മുട്ട മോഷ്ടിക്കുന്നതിന് മുത്തശ്ശി അവനോട് ക്ഷമിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ചാരനിറത്തിലുള്ള അണ്ണാൻ, വെളുത്ത എലി എന്നിവയുടെ വിചിത്രമായ കേസ് എന്ന് ഞങ്ങൾ വിളിക്കുന്നതിന്റെ പശ്ചാത്തലവും ആൽമരമായിരുന്നു. വെളുത്ത എലി മുത്തച്ഛൻ്റെതായിരുന്നു. അദ്ദേഹം അത് ചന്തയിൽ നിന്ന് 4 അണയ്ക്ക് വാങ്ങിയതാണ്. പക്ഷെ അതിനെ ഞാൻ പലപ്പോഴും പഴയ മരത്തിന്റെ വേരുകളിലേക്കും ശാഖകളിലേക്കും കൊണ്ടുപോകുമായിരുന്നു. വെളുത്ത എലി താമസിയാതെ അണ്ണാന്മാരിൽ ഒരാളുമായി സൗഹൃദം സ്ഥാപിച്ചു. ശാഖകൾക്കിടയിൽ ചെറിയ ഉല്ലാസയാത്രകൾക്ക് അവർ ഒരുമിച്ച് പോകും. അപ്പോൾ അണ്ണാൻ കൂടുണ്ടാക്കാൻ തുടങ്ങി. ആദ്യം അത് എൻ്റെ പോക്കറ്റിൽ കൂട് പണിയാൻ ശ്രമിച്ചു. ഞാൻ വീടിനുള്ളിൽ പോയി വസ്ത്രം മാറുമ്പോൾ വൈക്കോലും പുല്ലും വീഴുന്നത് ഞാൻ കാണും. അങ്ങനെയിരിക്കെ ഒരു ദിവസം മുത്തശ്ശിയുടെ നെയ്ത്ത് കാണാതെയായി. ഞങ്ങളത് എല്ലായിടത്തും അന്വേഷിച്ചു, പക്ഷെ കണ്ടെത്തിയില്ല. അടുത്ത ദിവസം ആൽമരത്തിന്റെ ദ്വാരത്തിൽ എന്തോ തിളങ്ങുന്നത് ഞാൻ കണ്ടു. അന്വേഷിക്കാൻ പോയപ്പോൾ മുത്തശ്ശിയുടെ സ്റ്റീൽ നെയ്ത്ത് സൂചിയുടെ അവസാന ഭാഗമാണെന്ന് ഞാൻ കണ്ടു. കൂടുതൽ നോക്കിയപ്പോൾ ദ്വാരം നെയ്ത്ത് കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായി ഞാൻ കണ്ടെത്തി. കമ്പിളിയുടെ ഇടയിൽ
3 അണ്ണാൻ കുട്ടികൾ ഉണ്ടായിരുന്നു. അവയെല്ലാം വെളുത്തതായിരുന്നു. മുത്തശ്ശൻ ഇതുവരെ വെളുത്ത അണ്ണാനെ കണ്ടിട്ടില്ല. ഞങ്ങൾ അത്ഭുതത്തോടെ അവരെ നോക്കി. ഞങ്ങൾ കുറച്ചു നേരം ആശയക്കുഴപ്പത്തിലായിരുന്നു. പക്ഷേ വെളുത്ത എലി മരത്തിൽ ഇടയ്ക്കിടെയുള്ള സന്ദർശനത്തെക്കുറിച്ച് ഞാൻ പരാമർശിച്ചപ്പോൾ മുത്തശ്ശൻ എന്നോട് പറഞ്ഞു, വെളുത്ത എലിയായിരിക്കും അതിന്റെ അച്ഛനെന്ന്. എലികളും അണ്ണാന്മാരും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ അവയ്ക്ക് സന്തതികൾ ഉണ്ടാകുന്നത് തികച്ചും സാധ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സാഹചര്യത്തിൽ വെളുത്ത അണ്ണാന്മാർ